ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു ഞാൻ പറഞ്ഞത്. അത് ഇന്നാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോക്ക് കിടക്കാം. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ചാനൽ ഇതിലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നല്ല നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നേരെ പോയാലും ഓക്കെ. ഇതിലേക്കുള്ള സിമെൻറ്റ് എത്രയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഈ ചട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ അരഭാഗം മാത്രം എംസാൻ എടുക്കുക. പിന്നെ ഇതിൻ്റെ മേൽഭാഗം വരെ നമ്മൾ എംസാൻ എടുക്കണം. അല്ല സിമെൻറ്റ്. ഞാനിത് നമുക്ക് ഇതിലേക്കുള്ള സിമെൻറ്റും കാര്യങ്ങളായിട്ട് കിടക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ചട്ടി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ എംസാൻ എടുക്കണം. ഇനി കുറച്ചും കൂടി ഞാൻ സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരഭാഗം സിമെൻറ്റും വേണം. ഇതിനെക്കാട്ടി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. ചില വീഡിയോയിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവർ ഇപ്പോൾ ഇതുപോലത്തെ രണ്ട് ചട്ടി ഉണ്ടാക്കണമെങ്കിൽ ഈ രണ്ട് ചട്ടിയിൽ എംസാൻഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുക്കാൽ ഭാഗവും സിമെൻറ്റ് വേണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ ചട്ടി പൊട്ടുകയാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങളുടെ രീതിയിലൊന്ന് തീരുമാനിച്ച് നോക്കി. ഇതിൻ്റെ അര ഭാഗം മാത്രം സിമെൻറ്റ് ഒഴിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി. അത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിവിടെ 3 ചട്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും എംസാൻഡ് എത്രയും സിമെൻറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മിക്സിംഗ് ആണ് പ്രധാനം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഏഴുണ്ടാവും പെട്ടെന്ന് എംസാൻഡ് പെട്ടെന്ന് സിമെൻറ്റ് ഇട്ട് മിക്സ് ചെയ്യാതെ രണ്ടും ഇങ്ങനെ ആക്കിയാൽ അതെന്തായാലും ഫിനിഷിംഗ് വർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്, നിങ്ങളിപ്പോൾ ഏത് പാത്രം എടുത്താലും ഇതുപോലത്തെ പാത്രം ഇടുക നിങ്ങൾ വിസ്മയിക്കൊന്നും വേണ്ട. നമ്മളിപ്പോൾ ചെറിയൊരു പാത്രം എടുത്താലും അതിൻ്റെ മുക്കാൽ ഭാഗം എംസാൻഡും അരഭാഗം സിമെൻറ്റും നിങ്ങൾക്ക് എടുത്താൽ മതി. അപ്പോൾ ഇന്ന് രാവിലെ ചിക്കൻ പൊരിച്ച ഓയിലൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ചിക്കൻ പൊരിച്ച ഓയിലാണ് ഇതിൽ പരത്തി കൊടുക്കുന്നത്. ചിലരൊക്കെ എന്താ പറയുക ഒരു ഗ്രീസാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. ഞങ്ങളുടെ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 3 ചട്ടിക്കുള്ളിൽ നമുക്ക് നോക്കി കൊടുക്കുന്നത്. ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 എണ്ണവും എണ്ണ പുരട്ടി റെഡി ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പോരാൻ പണിയാകും. അത് പോരാൻ പണിയില്ല, അതൊരു പ്രശ്നമൊന്നുമില്ല. ഇത് കമഴ്ത്തി പിടിച്ചിട്ട് അതിന് മേലെ ചൂടുവെള്ളം ഒഴിച്ചാൽ ഇത് എളുപ്പത്തിൽ ഊരി കിട്ടും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിനുള്ളിൽ നിറയെ ഡൗട്ട് കലക്കി നമ്മൾ പരണ്ടതുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിക്ക് സൈഡൊന്ന് ഒരു മിനുസപ്പെടാനാണ് നമ്മളിത് ആദ്യം തന്നെ നമ്മളിത് തേച്ച് കൊടുക്കുന്നത്. ഡൗട്ട് കലക്കുമ്പോൾ ഡൗട്ട് ലൂസാവാതെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി എല്ലാം നമ്മളത് ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ അതിനുള്ളിലിട്ട് ആക്കി കൊടുക്കുന്നതാണ്. ഒരു ചെലവില്ലാത്ത ആദ്യത്തെ സംഭവമാണ് ഇത് നമ്മൾ എടുക്കാനായിട്ട് ആദ്യം പോകുന്നത്. ആദ്യം കുറച്ച് കട്ടിയിൽ അടിയിലിട്ട് കൊടുക്കണം. ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ വലിയ ചട്ടകം കൊള്ളില്ല, അതുകൊണ്ട് ചെറിയ ചട്ടകമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ചുറ്റുഭാഗം ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ടാണ് ലാസ്റ്റാണ് നമ്മൾ ക്ലിയർ ആക്കല്. ഇത് വെയിറ്റ് വേണമെന്നുള്ളൂ. നമ്മൾ എംസാൻഡൊക്കെയാണ് ചിലരിട്ട് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ഒരു സാധാരണ ബക്കറ്റ് വെച്ച് അതിന് മേലെ
കല്ലുകൾ ഇട്ട് കൊടുത്ത് വെയിറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഷെയ്ഡ് ലെവൽ കിട്ടാനായിട്ട് വേണ്ടി ഞങ്ങൾ ഇതാ ഇങ്ങനെ ഈ ബക്കറ്റ് വെച്ചിട്ട് ഒരു ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ 12 മണിക്കാണ് ഇത് എടുക്കേണ്ടത്. ഞങ്ങളിന്ന് ഉച്ചക്കായതുകൊണ്ടാണ് നാളെ 12 മണിക്ക് എടുക്കാനുള്ള കാരണം. നമ്മൾ സാധാരണ എല്ലാവരും കാട്ടാറുള്ളത് കമ്പിയും കോലും എല്ലാം കൂടി എടുത്താണ് പോയത്. അപ്പോൾ നമ്മുടെ കൈവിരലിന് ഇതിന് ധാരാളമാണ്. നമ്മുടെ കൈവിരൽ കൊണ്ട് ഇതിൽ തുളട്ട് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ വീട്ടിലുള്ള ചേട്ടിയിൽ മണ്ണ് നിറച്ച് ചവിട്ടാർ മണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വെയിറ്റ് ആയിട്ട് ഇതിൻ്റെ മേലിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടി പിടിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഞങ്ങൾ ഓയിൽ വരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 3 ചെടികൾ റെഡി വന്നിട്ടുണ്ട്. നാളെ 12 മണിക്കാണ് ഇത് 3 മണി. ഞാൻ നല്ലൊരു കാര്യം സ്റ്റെപ്പ് മറന്നു പോയതാണ്. ഇതിനുള്ളിൽ വയ്ക്കുമ്പോൾ ഇതിനുള്ളിൽ ഓയിൽ ഇതിൻ്റെ സൈഡിൽ പരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഇളക്കി കൊടുത്തു നോക്കാം. എന്നിട്ട് എല്ലാം എടുത്താൽ മതി. ധൃതി കൂട്ടാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പം ഇതാണ് ഇനി ഒരു ചിലവില്ലാതെ ഉണ്ടാക്കി ചെടിച്ചട്ടി കേട്ടോ. അയ്യോ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇതൊന്ന് കമഴ്ത്തി വെക്കലാണ്. ഇതെല്ലാം നമ്മൾ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. തട്ടി കുറച്ച് കുളിപ്പിച്ചൊന്നും വേണ്ട. ചുടുവെള്ളം ഒഴിച്ചാൽ തനിയെ ഒരു പോരും. ചൂടോടത്തന്നെ പൊടികളുണ്ടെങ്കിൽ ചൂട് പോയാൽ വീണ്ടും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കും. നമ്മൾ ചട്ടി നോക്ക്. ഒരു ചെലവും ഇല്ലാത്തൊരു ചട്ടി ഒന്ന് പൊന്തിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ 3 പാത്രം നമുക്ക് ഇനി ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ നന്നായിട്ട് ഇതാക്കി കൊടുക്കണം, വെള്ളം ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിനേക്കാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗട്ട് ഒഴിച്ചുകൊണ്ട് വൃത്തിയാക്കുന്നതാണ്. ഞങ്ങൾക്ക് ഈ വൃത്തി മതി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് 3 ദിവസം ഇങ്ങനെ തന്നെ വെള്ളം ഒഴിച്ച് തുടർന്ന് വെക്കണം. 4ാം ദിവസമാണ് ഇത് വെയിലത്ത് വെക്കേണ്ടത്. 1 ദിവസം മുങ്ങിയതിന് ശേഷം പെയിന്റ് അടിക്കാം. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി 3ാമത്തെ ദിവസമാണ്. ഉണങ്ങിയ 3ാമത്തെ ദിവസം നമ്മുടെ മണ്ണെണ്ണയൊക്കെ ചേർത്ത് അടിച്ചതാണ്. നമ്മൾ അടിക്കുകയാണ് നമ്മുടെ ചെടിച്ചട്ടി ഇന്ന്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ കളർ അധികം കട്ടിയില്ലാതാവണം. കളർ കട്ടിയാവരുത്. ഫസ്റ്റ് കോട്ടാകുമ്പോൾ കളർ കട്ടി കുറച്ചടിക്കണം. അത് ഞങ്ങൾ മണ്ണെണ്ണയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു കോട്ടും കൂടി ഇതിന് വെയിലടിക്കണം, ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നമ്മൾ 3 ചട്ടി ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഇവിടെ 2 ചട്ടിയൊക്കെ ആണെന്നുള്ളത് കരുതണ്ട. അത് ഞങ്ങളുടെ പെയിൻ്റ് അടിച്ച് വെച്ചപ്പോൾ അയാൾക്ക് എൻ്റെ ഉമ്മ ഇഷ്ടപ്പെട്ടപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മ വന്ന് അത് കൊണ്ടുപോയി. ഈ ചട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇനി നാളെയാണ് ഇതിന് 2ാമത്തെ കോട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടത് ഒരു ഫസ്റ്റ് കോട്ടാണിത്. ഇനി നാളെയാണ് 2ാമത്തെ കോട്ട് അടിക്കുന്നത് നമ്മൾ. അപ്പോഴാണ് ഇതിൻ്റെ പുറംഭാഗം ആ ഗ്ലേസിങ് ആയിട്ട് നിൽക്കുക. ഇത് 2ാമത്തെ ദിവസമാണ്. നമ്മൾ ഇതൊന്ന് പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.
ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്താ പറയുക, എൻ്റെ ചെടികൾ 3 മാസം കൊണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് വളർന്ന് പിടിച്ചത് എന്നാണ് നിങ്ങൾക്ക് ചോദ്യം എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അതൊരു ടിപ്സ് ഉണ്ട്, ആ ടിപ്സ് ഞാൻ വരും ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നൊക്കെ ഞാൻ എങ്ങനെ വളർന്ന് പിടിച്ച ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുക വീട്ടിൽ തന്നെ. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് കൊറോണ സ്ട്രിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ഓർക്കും ഞാൻ ട്രാവലൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്.